നമസ്കാരം. +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ ഡിഫൈൻ ചെയ്തു, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി എന്താണ് എന്നുള്ള കാര്യം പരിചയപ്പെട്ടു. ഇനി കുറച്ച് ടേംസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കണ്ടക്റ്റൻസ്. എന്താണ് കണ്ടക്റ്റൻസ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ദി ഒബ്സ്ട്രക്ഷൻ ഓഫേർഡ് ബൈ ദ മെറ്റീരിയൽ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. അതായത് കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന തടസ്സം, ഒബ്സ്ട്രക്ഷൻ, അതാണ് റെസിസ്റ്റൻസ്. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതായത് ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ ഹൗ ഈസി ദ കറണ്ട് ക്യാൻ ഫ്ലോ ത്രൂ ദ മെറ്റീരിയൽ. എത്ര ഈസി ആയിട്ട് കറണ്ടിന് മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ഐഡിയ തരുന്ന ക്വാണ്ടിറ്റിയാണ് കണ്ടക്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്റ്റൻസ് കുറയും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ യൂണിറ്റ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ഓം ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സിനാണ് മോ എന്ന് പറയുന്നത്, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സീമൻ, എസ്, ഡിനോട്ടഡ് ബൈ എസ്. ഇനി based on Ohm's law, generally we can classify materials into two types: ohmic conductors and non-ohmic conductors. എന്താണ് ohmic conductors? Materials which obey Ohm's law are known as ohmic conductors. Ohm's law obey ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് ജനറലായിട്ട് ohmic conductors എന്ന് പറയുക. ഇപ്പോൾ ഓംസ് ലോ നമ്മൾ കണ്ടതാണ്, ദാറ്റ് ഈസ് V proportional to I. ദാറ്റ് ഈസ് ആസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ്, ദ കറന്റ് പാസിംഗ് ത്രൂ ദ മെറ്റീരിയൽ ഓൾസോ വിൽ ഇൻക്രീസ്. അപ്പോൾ ആ ഒരു റിലേഷൻ ശരിയാവുന്ന മെറ്റീരിയൽസിനെയാണ് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് ആണ് മെറ്റൽസ് ആൻഡ് മെറ്റാലിക് അലോയ്സ്. മെറ്റൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അലോയ്സ്, അതുപോലെ ഓൾ മെറ്റൽസ് ലൈക്ക് കോപ്പർ, സിൽവർ, എല്ലാം, അങ്ങനെയുള്ള എല്ലാ മെറ്റൽസും ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. ബിക്കോസ് ഓൾ ദീസ് മെറ്റീരിയൽസ് ഒബേ ഓംസ് ലോ. ഇനി if a material is not obeying Ohm's law, it is known as non-ohmic conductors. Materials which do not obey Ohm's law are known as non-ohmic conductors. അതായത് ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെയാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ കേസിൽ വി വിൽ നോട്ട് ബി പ്രൊപ്പോർഷണൽ ടു ഐ, വി നോട്ട് പ്രൊപ്പോർഷണൽ ടു ഐ, അതായിരിക്കും റിലേഷൻ. അപ്പോൾ അത്തരം മെറ്റീരിയൽസിനെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ആണ് ഇലക്ട്രോലൈറ്റ്സും ഗ്യാസസും. ഓൾ ഗ്യാസസ് ആർ നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ രീതിയിൽ വെദർ ദ മെറ്റീരിയൽ ഒബേസ് or not, അതിനെ ബേസ് ചെയ്തിട്ട് we have divided the materials into two types: ohmic conductors and non-ohmic conductors. Ohmic conductors obey Ohm's law, non-ohmic conductors do not obey Ohm's law. All metals and metallic alloys are examples for ohmic conductors, and electrolytes and gases are the materials which do not obey Ohm's law, അല്ലെങ്കിൽ they are examples for non-ohmic conductors. ഇനി ഓംസ് ലോയോട് ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അത് എക്സ്പെരിമെൻറ്റ്, ഗ്രാഫ്, അതോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. Now we'll consider the definition of resistivity. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തു. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, റോ ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയൊരു ഇക്വേഷനാണ്. അതായത് റെസിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ ഒരു ഡിസ്കഷനിലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇനി we'll consider a particular case where the area of the material, area of cross section of the material is 1 meter square and length of the material equal to 1 meter. Suppose you have a conducting wire and the length 1 meter ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 meter square ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഫ്രം ദി എബവ് ഇക്വേഷൻ യു വിൽ ഗെറ്റ് റോ ഈക്വൽ ടു R. ഓക്കെ, റോ ഈക്വൽ ടു RA ബൈ L ആണ്. A 1 ആണ്,
ഡിനോമിനേറ്ററിൽ എല്ലും 1 മീറ്റർ ആയിട്ടാണ് എടുത്തത്. സോ യു വിൽ ഗെറ്റ് റോ ഈക്വൽ ടു ആർ. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു റെസിസ്റ്റൻസ്. എപ്പോഴാണ്? when the material has 1 meter length and 1 meter square area. Okay, അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് it is the resistance of a conductor of unit length and unit area of cross section. അപ്പോൾ 1 meter length, അതാണ് നമ്മൾ യൂണിറ്റ് ലെങ്ത് എന്ന് ഉദ്ദേശിച്ചത്. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. So this is considered as the definition of resistivity. It is the resistance of a conductor of unit length and unit area of cross section. Now we'll define some other terms. Current density. എന്താണ് current density? It is the current per unit area. കറണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ജെ ഈക്വൽ ടു ഐ ബൈ എ. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് ഡെൻസിറ്റി ഈസ് കൺസിഡർഡ് ടു ബി എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് കൺസിഡർഡ് ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ജെ ഈക്വൽ ടു ഐ ബൈ എ. ഇറ്റ് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ. Now we can derive a relation between current density and conductivity. Okay. For that we will start with Ohm's law. Ohm's law നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ഇക്വേഷൻ V ഈക്വൽ ടു ഐ ആർ. ആ ഇക്വേഷനിൽ ആറിന് പകരം റോ എൽ ഡിവൈഡഡ് ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് V ഈക്വൽ ടു ഐ റോ എൽ ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം എഴുതിയ ഇക്വേഷനാണിത്. ഐ റോ എൽ ഡിവൈഡഡ് ബൈ എ. ഇനി വിൽ കൺസിഡർ ഐ ബൈ എ ആസ് ജെ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത കാര്യം. അപ്പോൾ വി ഈക്വൽ ടു ഐ ബൈ എക്ക് പകരം ജെ എന്ന് കൊടുക്കാം ഇൻ ടു റോ എൽ. സോ വി ഈക്വൽ ടു ജെ റോ എൽ. Now we are going to use another equation, that is E equal to V by L. E എന്താണ്? Electric field intensity. V is the electric potential. L length. Actually this relation is E equal to V by D. D നിങ്ങൾ ഈ ഇക്വേഷൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. E ഈക്വൽ ടു V by D എന്നുള്ള ഇക്വേഷൻ. അവിടെ ഡിക്ക് പകരം ആ ഡിസ്റ്റൻസിന് പകരം നമ്മൾ L എടുത്തു എന്നുള്ളതേ ഉള്ളൂ. സോ E ഈക്വൽ ടു V by L. ഓക്കെ, അതിൽ നിന്ന് വിൽ ഗെറ്റ് V ഈക്വൽ ടു E ഇൻറ്റു L. V ഈക്വൽ ടു E into L. Now substitute that equation. V ക്ക് പകരം you can write E into L. V ക്ക് പകരം E into L equal to right side same J rho L. Now you can cancel L on both sides. രണ്ട് സൈഡിലും L cancel ചെയ്യാം. So you get E equal to J rho or J equal to E divided by rho. It's an important relation. J equal to E divided by rho. J current density, E electric field intensity, rho resistivity. Resistivity of the material. So the current density J equal to electric field intensity E divided by rho. Now we are going to write this equation in another form, that is J equal to sigma E. What is sigma? Where sigma is the conductivity of the material. Okay, sigma is the conductivity of the material. It is the reciprocal of its resistivity. Conductivity of a material is the reciprocal of its resistivity. Conductivity എന്ന് പറയുന്നത് 1 by rho. Conductivity denoted by sigma. It is equal to 1 by rho. അപ്പോൾ 1 by rho എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. ഇപ്പോൾ നേരത്തെ നമ്മൾ റെസിസ്റ്റൻസ് ആൻഡ് കണ്ടക്റ്റൻസ് പറഞ്ഞിരുന്നു, അതേ റിലേഷനാണ് ഇവിടെയും വരുന്നത്. അതായത് ആസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇൻക്രീസസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡിക്രീസസ്. റെസിസ്റ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി കുറയും. അതുപോലെ റെസിസ്റ്റിവിറ്റി കുറയുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ്
resistivity. It gives an idea about how easy the current can pass through the conductor. Okay, so sigma എന്ന് പറയുന്ന conductivity ആണ്. അപ്പോൾ J equal to sigma E, the current density equal to conductivity into electric field intensity. That is another important relation. അപ്പോൾ യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഓം മീറ്റർ. അപ്പോൾ ഇവിടെ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ഓം ഇൻവേഴ്സിനാണ് മോ എന്ന് പറയാം. സോ മോ പെർ മീറ്റർ, മോ മീറ്റർ ഇൻവേഴ്സ്, ഇതായിരിക്കും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വി ഹാവ് ഡിറൈവ്ഡ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി, അതേപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി. കറണ്ട് ഡെൻസിറ്റിയും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ J ഈക്വൽ ടു E ബൈ റോ ആണ്. കറണ്ട് ഡെൻസിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ J ഈക്വൽ ടു സിഗ്മ E. Then another thing is conductivity, sigma is the reciprocal of resistivity. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഡയമെൻഷൻ, യൂണിറ്റ് ഒക്കെ പഠിച്ചു വെക്കാം. ഇനി ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. 1 meter length of a nichrome wire has a resistance of 4.6 ohm. Calculate its resistivity if the diameter of the wire is 0.642 millimeter. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് നോക്കാം. You are given the length of the wire 1 meter, then resistance 4.6 ohm, then you are given the diameter. അതിൽ നിന്ന് you can write the radius r equal to diameter divided by 2, 0.642 divided by 2 millimeter equal to 0.321 into 10 raised to minus 3 meter. millimeterലാണ് തന്നിട്ടുള്ളത്, so converted into meter, so into 10 raised to minus 3 meter. Then resistivity ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ RA divided by L. You are given R. A is not given but you are given the radius. A തന്നിട്ടില്ല, പക്ഷേ റേഡിയസ് തന്നിട്ടുണ്ട്. ഒരു വയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ആ എൻ ഫേസിൻ്റെ, സർക്കുലർ ഫേസിൻ്റെ ഏരിയ ആയിരിക്കും. സോ R ഇൻറ്റു പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ L. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4.6 into 3.14 into 0.321 into 10 raised to minus 3 the whole square divided by 1. That is 1.49 into 10 raised to minus 6 ohm meter. Resistivity unit ohm meter. Okay. So resistivity direct application, ആ ഫോർമുലയുടെ direct application ആണ്. മറ്റൊന്ന്, a wire of resistance R is stretched till its length is increased n times its original length. Calculate the new resistance. Okay. ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് തന്നിട്ടില്ല, നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ R. Then you are given that length is increased n times the original length. അപ്പോൾ തന്നിട്ടുള്ള ലെങ്തിൻ്റെ n ടൈംസ് ഇൻക്രീസ് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു, വലിച്ചു നീട്ടി അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു. ന്യൂ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സപ്പോസ് ദ ന്യൂ ലെങ്ത് ഇസ് L2 ആണ് ന്യൂ ലെങ്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ L2 ക്യാൻ ബി റിട്ടൺ ആസ് n ഇൻറ്റു L1. ഓക്കെ, n ടൈംസ് ഒറിജിനൽ ലെങ്ത് ആണ്, ഒറിജിനൽ ലെങ്ത് L1 എടുക്കാം നമുക്ക്. സോ L2 ഈക്വൽ ടു n ഇൻറ്റു L1. ഇനി സ്ട്രെച്ച് ചെയ്ത് ലെങ്ത് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏരിയ കുറയും, അല്ലെങ്കിൽ റേഡിയസ് കുറയും. അപ്പോൾ ആ ഏരിയ, പുതിയ ഏരിയ നമുക്ക് കിട്ടണം, എന്നാൽ മാത്രമേ പുതിയ റെസിസ്റ്റൻസ് കിട്ടാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ കൺസിഡർ, ഇപ്പോൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും ദ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ലെങ്ത് കൂടിയിട്ടുണ്ടാവും, പക്ഷേ കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ കുറഞ്ഞിട്ടുണ്ടാവും. വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. വോളിയം എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത്. ഒരു സിലിണ്ടറിൻ്റെ വോളിയം അല്ലേ, സിലിണ്ടറിൻ്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പൈ ആർ സ്ക്വയർ ആണ് ഇവിടെ ഏരിയ എന്ന് കൊടുത്തിട്ടുള്ളത്. ഏരിയ ഇൻറ്റു length, height. So initial volume A1 L1 equal to final volume A2 L2. Okay, that is A1 L1 equal to A2 into L2 ന് പകരം n into L1. അതിൽ നിന്ന് A2 equal to A1 L1 divided by n L1 equal to A1
divided by n. L1 cancel ചെയ്യും. So A2 equal to A1 divided by n. Now substitute. പുതിയ റെസിസ്റ്റൻസ് അല്ലേ നമുക്ക് കിട്ടേണ്ടത് R2. ലെറ്റ് R2 ബി ദ ന്യൂ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ റോ എൽ ബൈ എ ആണ്. R2 കണ്ടുപിടിക്കുമ്പോൾ റോ L2 ഡിവൈഡഡ് ബൈ A2. പുതിയ റെസിസ്റ്റൻസ് R2. അപ്പോൾ പുതിയ ലെങ്ത് പുതിയ ഏരിയ. സോ റോ L2 ഡിവൈഡഡ് ബൈ A2. ദാറ്റ് ഈസ് റോ ഇൻറ്റു L2ന് പകരം n ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ A2ന് പകരം A1 ഡിവൈഡഡ് ബൈ n. അതിൽ യു വിൽ ഗെറ്റ് റോ n സ്ക്വയർ L1 ഡിവൈഡഡ് ബൈ A1. റോ താഴെയുള്ള n ന്യൂമറേറ്ററിലേക്ക് പോവും. അപ്പോൾ റോ n സ്ക്വയർ L1 ഡിവൈഡഡ് ബൈ A1. ഇൻ ദിസ് ഇക്വേഷൻ ആ n സ്ക്വയറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ യു ഹാവ് റോ L1 ബൈ A1. ഓക്കെ, റോയ്ക്ക് മാറ്റമൊന്നുമില്ല, സെയിം മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ മാറിയാൽ മാത്രമേ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ മാറുള്ളൂ. അപ്പോൾ ലെങ്ത് മാറിയാലും ഏരിയ മാറിയാലും ഒന്നും റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഇല്ല. സോ റെസിസ്റ്റിവിറ്റി റോ തന്നെയാണ്. n സ്ക്വയർ L1 ഡിവൈഡഡ് ബൈ A1. അതിൽ n സ്ക്വയർ മാറ്റി നിർത്തി നോക്കൂ. ബാക്കിയുള്ളത് റോ L1 ബൈ A1. അതെന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ ഒറിജിനൽ റെസിസ്റ്റൻസ് ആണ്. ഇനീഷ്യൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് റോ L1 ബൈ A1. അതിന് നമുക്ക് R എന്ന് കൊടുക്കാം. So R2 equal to n square into R. Okay, റോ L1 by A1 അതിനാണ് R എന്ന് കൊടുത്തത്, ഇനീഷ്യൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. സോ R2 equal to n square R. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് റിലേഷൻ എഴുതാം, R proportional to L square. ഓക്കെ, R proportional to L square. അപ്പോൾ സപ്പോസ് ലെങ്ത് is increased to twice the original length. അപ്പോൾ എന്താ കിട്ടുക? പുതിയ റെസിസ്റ്റൻസ് ലെങ്ത് ഇൻക്രീസ് ടു ട്വൈസ് ദി ഒറിജിനൽ ലെങ്ത്. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് ആർ പ്രപ്പോർഷണൽ ടു 2L സ്ക്വയർ. ഓക്കെ, 2 സ്ക്വയർ 4. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ദി ഇനീഷ്യൽ വാല്യൂ, 4 ടൈംസ് ദി ഒറിജിനൽ വാല്യൂ. മനസ്സിലായോ? ദെൻ സപ്പോസ് ലെങ്ത് ഇസ് ഇൻക്രീസ് ടു 3 ടൈംസ് ദി ഒറിജിനൽ ലെങ്ത്. Length increases to 3 times original length. അപ്പോഴോ R proportional to 3L square. അപ്പോൾ 3 സ്ക്വയർ എന്ന് കിട്ടും, 9L സ്ക്വയർ എന്ന് കിട്ടാം. എന്ന് പറഞ്ഞാൽ ന്യൂ റെസിസ്റ്റൻസസ് 9 ടൈംസ് ദി ഒറിജിനൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ഫോമുല ഓർത്തിരിക്കുക, അതായത് R proportional to L സ്ക്വയർ. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഈ രീതിയിൽ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? R proportional to L സ്ക്വയർ, ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആൻസർ. അപ്പോൾ എത്രയാണോ ലെങ്ത് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നോ അതിൻ്റെ സ്ക്വയർ ഓഫ് ദ ടൈംസ് ഇൻക്രീസ് ചെയ്യും റെസിസ്റ്റൻസ്. 2 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ ദ ന്യൂ റെസിസ്റ്റൻസ് വിൽ ബി 4 ടൈംസ് ദ ഇനീഷ്യൽ വാല്യൂ. ഇഫ് ലെങ്ത് ഇസ് ഇൻക്രീസ് ടു 3 ടൈംസ് the new resistance will be 9 times the initial value. Okay, if length is increased to 4 times, new resistance will be 16 times the initial value. Suppose length is halved, പകുതിയായെന്ന് വിചാരിക്കുക, അപ്പോൾ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? 1/2 സ്ക്വയർ അല്ല. അപ്പോൾ റെസിസ്റ്റൻസ് വിൽ ബി 1/4 ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമുലയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കണ്ടക്റ്റൻസ് ഡിഫൈൻ ചെയ്തു, ഓമിക് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഡിഫൈൻ ചെയ്തു. ദെൻ വി ഹാവ് ഡിഫൈൻഡ് കറണ്ട് ഡെൻസിറ്റി, വി ഹാവ് ഡിറൈവ്ഡ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. ഓക്കെ, പിന്നെ 1-2 പ്രോബ്ലംസും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.